മക്കയെ ലക്ഷ്യം വെച്ച് മഹാനായ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ അതിന് ദിവസം കുറിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഇങ്ങനെ നടന്നു നീങ്ങി മലപ്പുറം ജില്ല വിടുമ്പോൾ മുമ്പായി സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ അവരുടെ ആശീർവാദം ഏറ്റുവാങ്ങി. അങ്ങനെ പോകുന്ന വഴികളിലെല്ലാം സകല മതസ്ഥരുടെയും സകല പണ്ഡിതന്മാരുടെയും സകല നേതാക്കന്മാരുടെയും സാധാരണക്കാരന്റെയും മതമില്ലാത്തവരുടെയും മതമുള്ളവരുടെയും ഒക്കെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ചൂട്ടുവന്ന ഈ പ്രദേശത്തെ ലോകത്തോളം ഉയർത്തിയ ഒരു വലിയ സംഗതിക്ക് സാക്ഷിയായ പ്രിയപ്പെട്ട ശിഹാബ് തങ്ങൾ സ്നേഹാലയത്തിന്റെ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശിഹാബ് ജുദ്ദു ഇവിടുത്തെ നമ്മുടെ തൊട്ട് മുമ്പിൽ കാണുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള സ്നേഹാലയം തങ്ങൾ പുഞ്ചരിച്ചു നിൽക്കുന്നത് പോലെ സദാസമയം സമുദായ ഐക്യത്തിനും മതസൗഹാർദ്ദത്തിനും മാനവിക ഐക്യത്തിനും മനുഷ്യ സ്നേഹത്തിനും മനുഷ്യ ഐക്യത്തിനും വേണ്ടി ഇത്രമേൽ പ്രവർത്തിച്ച ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിനിടയിൽ കണ്ടിട്ടില്ല. അതിലേക്ക് പുണ്യകാപായത്തിലേക്ക് നടന്നു പോയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അത് ചൂട്ടൂരിലെ ശിഹാബാണെന്ന് നമുക്ക് അഭിമാനത്തോടുകൂടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാൻ പറ്റും. അവർക്ക് വരുന്ന വിമർശനങ്ങളെല്ലാം ഞങ്ങൾ വളരെ അംഗീകാരമായിട്ടാണ് എടുക്കുന്നത്. എല്ലാ വിമർശനങ്ങളെയും സ്വാഗതം ചെയ്യുകയും സ്നേഹാലയത്തിന്റെ പ്രവർത്തകന്മാരും അവരും അത് വളരെ മനസ്സിൽ തട്ടി സ്നേഹത്തോടെ എല്ലാ വിമർശനങ്ങളെയും ശിഹാബിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ്. അതും ഒരു വലിയ സംഗതിയായിട്ടാണ് നമ്മൾ കാണുന്നത്. എല്ലാ സ്നേഹ ബഹുമാനങ്ങളെയും ഹൃദയത്തിൽ തട്ടി പ്രിയപ്പെട്ട ശിഹാബിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചട്ടി വെച്ചൊരു KMCCയുടെ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ നടന്നിട്ടൊന്ന് ഹജ്ജിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങളൊന്ന് നീ എന്തായി പറയുന്നത് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഒന്ന് അതിനെ കണ്ടത്. പക്ഷെ പിന്നീടുള്ള ശിഹാബിന്റെ യാത്രകൾ നമ്മൾ കണ്ടത് എല്ലാം നടന്നിട്ടായിരുന്നു. ഇവിടുന്ന് പത്തനംതിട്ടയിലേക്ക് പോവുകയാണെങ്കിലും പക്ഷെ അതൊരു തയ്യാറെടുപ്പാണ് എന്ന് മനസ്സിലായത് ഈ ഹജ്ജിന് അദ്ദേഹം നടന്നുപോയി അവിടെ എത്തിയപ്പോഴാണ്. അതൊരു വലിയ തയ്യാറെടുപ്പ് തന്നെ. ഒരു മനുഷ്യനെ
മനുഷ്യ ജന്മത്തിൽ പോലും സാധിക്കാൻ കഴിയാത്തൊരു വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ് പ്രിയപ്പെട്ട ശിഹാബ് ചെയ്തത്. വികസിത രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ സ്ഥലം പിടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ എടുത്തു പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ത്യാഗം സഹിക്കുക. ത്യാഗത്തിന് തയ്യാറുള്ള ആളുകളെ സൃഷ്ടിക്കുകയും അവർക്കാവശ്യമായ പ്രചോദനങ്ങൾ നൽകുകയും ചെയ്യുക എന്നത്. Our Father in heaven, hallowed be your name. Thy kingdom come. Thy will be done on earth as it is in heaven. Give us this day our daily bread. Forgive us sins as we forgive those who sin against us. Do not bring us to the test, but deliver us from all evil. Amen. Om Yom Pravisya Manavadamimam Prasuttam Sanjeevayityagira Shakti Dharaswadhamma Anyam Sahastakcharana Sravanattvadadam Pranamo Bhavade Purushayatapya Pranamo Bhavade Purushayatapya. വളരെ സന്തോഷമുള്ള നിമിഷമാണ് നമുക്കൊക്കെ അറിയാം. ഈ നാടിന്റെ സ്നേഹാവരങ്ങൾ ഏറ്റുവാങ്ങുന്ന ശിഹാബിന് ഇതൊരു ഉജ്ജ്വല മുഹൂർത്തമാണ്. ഇതിലേക്ക് വരാൻ സാധിച്ചൊരു സന്തോഷം. എന്നാൽ നമ്മൾ ഒരു മണിക്കൂറോളം താമസിച്ചിട്ടാണ് തുടങ്ങിയത് എന്നുകൊണ്ട് തന്നെ 6 മണിക്കാണ് പ്രോഗ്രാം നിശ്ചയിച്ചിരുന്നത്. ഇനിയും വലിയ വ്യക്തിത്വങ്ങളുടെ സംഭാഷണങ്ങൾ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. നാം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം നമ്മുടെ ഒന്നും വിഷയങ്ങളും നമ്മുടെ ഒന്നും മതങ്ങളും നമ്മുടെ ഒന്നും പ്രസ്ഥാനങ്ങളും അതിന്റെ ഫങ്ഷനാലിറ്റിയിൽ നിന്ന് മാറി ഡിസ്ഫങ്ഷനായി എന്നതാണ്. അത് സർഗാത്മകത ക്രിയാത്മകത എന്ന വാക്കുന്നതിന് ഫങ്ഷണൽ എന്ന വാക്കിന് പകരം വെക്കാൻ മലയാളത്തിലേക്ക് എനിക്ക് തോന്നുന്നില്ല. ഒരു സക്രിയത എന്നൊക്കെയുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് കോയിൻ ചെയ്തെടുക്കേണ്ടി വരും. ഉദ്യമത്തിന് പുറപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടത് ഹജ്ജ് എന്ന കർമ്മത്തെ ഒരു ഫങ്ഷണൽ കർമ്മമാക്കാൻ, ആ ഒരു സക്രിയത അതിലേക്ക് കൊണ്ടുവരാൻ ഈ നടത്തത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. അത് മറ്റു രീതിയിൽ ഹജ്ജ് ചെയ്താൽ അങ്ങനെ ആവൂല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്ന് പലപ്പോഴും ഹജ്ജും ഉംറയൊക്കെ ടൂറ് പോകുന്നതിനേക്കാൾ ലാഘവത്തോടു കൂടി പോയി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഒതുക്കി തീർത്ത് അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ചൊരു സ്വപ്നം പോലെ ആക്കിക്കൊണ്ടിരിക്കുന്ന ഡിസ്ഫങ്ഷണലായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് എല്ലാ മതങ്ങളും. ആദ്യമായി അവസാനമായി അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദാഇമൻ ബിദഅവത്തില്ല. സർവ്വസൃഷ്ടാവായ അല്ലാഹുവിന്റെ എല്ലാം അർപ്പിച്ചുകൊണ്ട് 2 വാക്ക് എന്റെ അനുഭവം. യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിക്കാനോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, അത് നേടിയിട്ടില്ല. പക്ഷെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇതിൽ ജീവിച്ചിരിക്കുന്ന സാധാരണ മനുഷ്യരിൽ അനുഭവിക്കാൻ പറ്റുന്ന എല്ലാ അനുഭവങ്ങളും ഒരു ചെറിയ അനുഭവസ്ഥ എന്ന നിലയിൽ മാത്രമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ 2 വാക്ക് സംസാരിക്കാൻ കഴിയുന്നത്. അൽഹംദുലില്ലാഹ് ഒരുപാട് കാലം പ്രയത്നിച്ചതാണ് ഈ ഒരു യാത്രയുടെ കാര്യത്തില്. ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് അന്നും ഇന്നും എന്നും ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരെ പുസ്തകത്തിന്റെ കാര്യം വരെ പറഞ്ഞ് എന്റെ നാട്ടുകാര് അൽഹംദുലില്ലാഹ് ഈ നാടാണ് എന്നും എന്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. ഈ നാടാണ് മറ്റു നാടുകളിലൂടെ എന്നെ നടക്കാനും മറ്റു നാടുകളിലുള്ള സ്നേഹം പിടിച്ചു പറ്റാനും എന്നെ സഹായിച്ചതും ഈ നാട് തന്നെയാണ്. അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷം. ഈ ഒരു വേളയില്
ഹജ്ജ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥന, ഈ വർഷം ഹജ്ജ് ചെയ്ത എല്ലാ ഹാജിമാരെയും അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടൊപ്പം ഇന്ന് എന്റെ പ്രിയ മാതാവ് ഹജ്ജ് കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ച് നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ടാകും. അൽഹംദുലില്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി എല്ലാ ഉമ്മമാർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ പല ഉമ്മമാരുടെയും പ്രാർത്ഥനകളാണ് എന്നെ ഒരു ആപത്തും കൂടാതെ അവിടെ എത്തിച്ചത്. പല സഹോദരന്മാരുടെ ഉപ്പമാരുടെ പ്രാർത്ഥനകളാണ്. ശിഹാബ് എന്നൊരു വ്യക്തി ആരുമല്ല, എന്റെ ബ്ലഡിൽ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും പടച്ച തമ്പുരാൻ കുത്തിവെച്ചിട്ടുമില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്നതിന് അനുഭവിച്ചറിഞ്ഞ ഒരു യാത്രികനായിട്ട് മാത്രമല്ല കണ്ടുള്ളത്. അതിലപ്പോഴൊന്നും ആരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അൽഹംദുലില്ലാഹ് ഈ വേളയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരേ ഒരു സത്യം, നമ്മളൊക്കെ വിശ്വസിക്കുന്നത് പോലെ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് ഞാനും വിശ്വസിക്കുന്നു. അതുമൊരു വിശ്വാസം വെറുമൊരു വാക്കിലൂടെ പറയുന്ന ഒരു വിശ്വാസം മാത്രമായിരുന്നു യാത്രയ്ക്ക് മുമ്പ് എന്റേത്. പക്ഷെ ഇന്ന് അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതോടൊപ്പം ഈ അല്ലാഹുവിനല്ലാതെ, ദൈവത്തിനല്ലാതെ നമ്മുടെ ഓരോ സന്ദർഭത്തിലും ആവശ്യത്തിനനുസരിച്ച് സഹായിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ഒരാളായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ സംസാരിക്കുന്നത്. അൽഹംദുലില്ലാഹ് അല്ലാഹുവിൽ അർപ്പിച്ചാൽ നമുക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. എന്തിന്റെ പിറകെ പോയാലും വഴി നല്ലതാണെങ്കിൽ നമ്മൾ ആ വഴിയിൽ എത്തുക തന്നെ ചെയ്യും. എത്ര വാതിലുകൾ അടക്കപ്പെട്ടാലും ക്ഷമ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ക്ഷമയുടെ ഒരു റിസൾട്ട് കൂടിയാണ് എന്റെ ഈ യാത്ര പരിശുദ്ധമായ ശറഫാക്കപ്പെട്ട മദീനയുടെ മണ്ണിൽ, അല്ലെങ്കിൽ മക്കയുടെ മണ്ണിൽ, കഅബയുടെ മണ്ണിൽ എന്നെ എത്തിച്ചത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ യാത്രയിലുടനീളം ഞാൻ ചെറിയ സ്വലാത്തുകൾ, അതിന്റെ പവർ കൊണ്ടാണ് ഈ ശരീരം ഇന്നും ഇങ്ങനെ. ഉസ്താദുമാരും എല്ലാവരും എന്നെ കണ്ടപ്പോ പറഞ്ഞത് ഇതിനേക്കാൾ ഒന്നുകൂടെ ഉഷാറായിട്ടുള്ള ശരീരം. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ സ്തുതി. എന്റെ ഹബീബിലുള്ള ഒരു പ്രതീക്ഷ, എന്റെ റബ്ബിലേക്ക് എന്റെ ഹബീബിലൂടെ നടക്കാൻ കഴിഞ്ഞ ആ സ്വലാത്തിന്റെ ഒരു പവിത്രതയാണ് ഈ പരിശുദ്ധമായ മദീനയിലും മക്കയിലും എന്നെ എത്തിച്ചത്. അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷം. വളരെയധികം ഞാൻ ഇന്നും എന്നും ഇനി ഇതുവരെ ജീവിച്ചതുപോലെയല്ല ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ജീവിതം. ഇതുവരെ ഞാൻ അറിഞ്ഞ റബ്ബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, നമ്മളെല്ലാവരും ഷഹാദത്ത് കഴിഞ്ഞു. അത് തന്നെയാണ് അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, അവന്റെ ദൂതൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ എന്റെ അനുഭവങ്ങളിലൂടെ ഇന്ന് അല്ലാഹു അല്ലാതെ മറ്റൊന്നില്ലെന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് ഇനി അങ്ങോട്ട് ജീവിക്കാനും ഇനി അങ്ങോട്ടുള്ള കാര്യം എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അൽഹംദുലില്ലാഹ് വളരെ നന്ദി. ഈ നാടിനും ഇങ്ങനെ ഒരു സ്വാഗതം അല്ലെങ്കിൽ സ്നേഹം തന്ന, ഇങ്ങനെ കൂടുതൽ വാക്കുകളൊന്നും പറയാനില്ല. ശിഹാബ് തങ്ങൾ സ്നേഹാലയത്തിന്റെ ഈ ഒരു വേദിയിൽ ആദ്യമായിട്ട് ഞാൻ എന്റെ നാട്ടിലേക്ക് വന്ന് ഒരുപാട് പരിപാടികൾക്ക് പല രീതിയിലുള്ള പല ആളുകളും പല സംഘടനകളും എന്നെ വിളിക്കാറുണ്ട്. അതിനൊന്നും ഞാൻ എന്ത് ചെയ്യാനില്ല, വലിയൊരു പ്രയോറിറ്റി കൊടുക്കാറില്ല. അതിനൊന്നും ഒരു അർത്ഥമില്ല. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ എനിക്ക് ഹൈറ് എന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തലാണെന്ന് മനസ്സിലാക്കി അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെയൊക്കെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. കിലോമീറ്റർ എന്നെ നടക്കാൻ 800 കിലോമീറ്റർ വഴി എന്റെ കൂടെ എല്ലാ ബിസിനസ്സുകളും ഒഴിവാക്കി എന്റെ കൂടെ വന്നൊരു കർണാടകയിലുള്ള കാസർഗോഡിന്റെ അതിർത്തിയിൽ ഒരു വ്യക്തിത്വമുണ്ട്, മുസ്താദ് രാജ്. നിങ്ങൾക്ക് പല വീഡിയോകളും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവും. മുസ്താദ് രാജ് ഈ യാത്രയുടെ തുടക്കം മുതൽ അവസാനം വരെ, ഒടുക്കമെന്ന് ഞാൻ പറയുന്നില്ല, ഈ യാത്രയുടെ എന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം വരെ, അതായത് പരിശുദ്ധമായ കഅബയുടെ മണ്ണ് വരെ ഞാൻ ഓരോ ദിവസവും എത്ര കിലോമീറ്റർ നടന്നു, ഏതൊക്കെ സ്ഥലത്ത് ഞാൻ താമസിച്ചു, എന്തൊക്കെ ഭക്ഷണം ഞാൻ കഴിച്ചു, ഏതൊക്കെ രീതിയിൽ ഞാൻ നടന്നു, ഏതൊക്കെ കാലാവസ്ഥകൾ ഞാൻ പിന്നിട്ടു, ഏതൊക്കെ ആളുകളുമായി ഞാൻ ബന്ധപ്പെട്ടു എന്നൊക്കെ ഒരൊറ്റ ആളോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഒരു പേരെടുത്ത് വലിയ റെക്കോർഡ് സൃഷ്ടിക്കാൻ ഒന്നിനു വേണ്ടി റെക്കോർഡ് ചെയ്യപ്പെട്ടതല്ല. ആ ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട മുസ്താഖ്. ഈ ഒരു സന്ദർഭത്തിൽ വളരെ മനസ്സിനുള്ളിൽ വളരെ സന്തോഷത്തോടെ ഞാൻ അദ്ദേഹത്തെ ഒരുപാട് നന്ദി. അൽഹംദുലില്ലാഹ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇനിയും ഒരുപാട് കാലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു തൃപ്തിയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായിട്ട് ദീനിന്റെ വഴിയിൽ ജീവിക്കാനും സമൂഹത്തിലേക്ക് എന്തെങ്കിലും എന്നെ കഴിയുന്ന വിധത്തിലുള്ള മെസ്സേജുകൾ പാസ് ചെയ്ത്
അൽഹംദുലില്ലാ അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഇത് ക്ഷണിച്ചവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. മൂന്നാം പറഞ്ഞതിൽ കന്നഡ പറയുന്നുണ്ട്. മലയാളം കുറച്ച് പറഞ്ഞാൽ മുള്ളാത്ത ഭാഗത്ത് ജാരിയും മലയാളം പിന്നെ കന്നഡ കൂടിയിട്ടാണുള്ളത്. അങ്ങനെ കുറച്ച് പറയുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടാവും. അപ്പോൾ കന്നഡത്തിൽ സംസാരിച്ചെങ്കിൽ ഇൻഷാല്ല നമുക്കിപ്പോൾ മുതലേക്ക് ടൈം ആയതുകൊണ്ട് കുറേ അനുഭവം പറയാനുണ്ടായി. പക്ഷെ ഇൻഷാല്ല ഷാബക്കിന് നമുക്ക് ഏതൊരു ബന്ധമില്ലാതെ ഒരു ഫസ്റ്റ് യാത്രയെ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഫസ്റ്റ് ഒരു വീഡിയോ നോക്കിയിട്ടാണ് ഷാബക്കന്റെ നാട്ടിൽ വന്നിട്ട് ഷാബക്കിനോട് കണ്ട് സലാം കൊടുത്ത് പോകാൻ പറഞ്ഞിട്ടാണ് ഞാൻ മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറെ പ്രാവശ്യം ഷാബക്കിനെ കോൺടാക്ട് ആക്കിയിട്ട് പിന്നെ അപ്പോൾ നമ്പർ കിട്ടിയപ്പോൾ ആ ചോട്ടൂർ വന്നിട്ട് ഷാബക്ക് കണ്ടിട്ട് ഒരു സലാം കൊടുക്കുക. ഏതോ അത്ഭുതമായി എൻ്റെ മനസ്സിൽ ഈ ഷാബ് അജ്ജിന് നടന്നു പോകുന്നു പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടപ്പോ കേട്ടപ്പോ. അപ്പൊ നമുക്ക് എന്തോ ഒരു അത്ഭുതം വന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കോൺടാക്ട് ആക്കാൻ ശ്രമിച്ചിട്ട് അപ്പൊ നമുക്ക് കിട്ടിയ നമ്പറിൽ പിന്നെ എന്താ നമുക്ക് ഏതും കൂടെ വരാൻ ആയില്ല. അപ്പൊ നമുക്ക് ഒരു ഊട്ട് യാത്ര സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് ഷാബക്കന്റെ കൂടെ ഉള്ളവർ ഒരാഴ്ച മുമ്പ് എനിക്ക് വിളിച്ച് കർണാടകന്റെ ഗോവ വരെ എത്ര കിലോമീറ്റർ പറഞ്ഞിട്ടാണ് അവർ ചോദിച്ചത്. എന്നോട് ഇന്ത്യയോ അങ്ങനത്തെ ഒന്നും സംസാരങ്ങൾ കൂടുതൽ അവർക്ക് ഇല്ല പറഞ്ഞിട്ടാണ് പിന്നെ എന്താക്കി നമ്മളൊരു യാത്രയുടെ ഒരു ടീമാക്കി അവിടെ കർണാടക എത്തിയപ്പോ. അത് അൽഹംദുലില്ല അങ്ങോട്ട് പോയി പിന്നെ ഗോവ മഹാരാഷ്ട്ര ഇതെല്ലാം കിടക്കുമ്പോൾ നമുക്ക് കൂടുതൽ അവർക്ക് എന്തായി അവർക്ക് നമ്മൾ ഒരു ബന്ധം അങ്ങോട്ട് ഒരു അറ്റാച്ച്മെന്റ് കൂടുതലേ ഉണ്ടായപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് വാഗ ബോർഡർ ആയിരുന്നു ഷാബക്കന്റെ അടുത്ത് നമ്മളൊരു ടീം ഉണ്ടാക്കിയിട്ട് വീണ് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. അൽഹംദുലില്ലാ എല്ലാം എത്തി. ഷാബക്ക എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം ഏറ്റെടുത്തു. ഭക്ഷണം, നാളത്തെ താമസം, നാളത്തെ എവിടെ പോകണം, കൂടുതൽ കുറെ ആൾക്കാർ വന്ന് അവിടെ ചോദിക്കണം. നമ്മളെ ഗ്രൂപ്പിൽ നമ്മളെ പുറകെ പറയാണെങ്കിൽ ഏതോ ഒരു കമ്മിറ്റിയോ ഏതോ ഒരു പങ്കട അങ്ങനത്തെ ഒന്നും ഇല്ലാതെ ഹിന്ദു ക്രിസ്ത്യൻസ് സിഖ് എല്ലാ രീതിയിലെ ആൾക്കാരിനെ നമ്മൾ കൂട്ടിയിട്ടാണ് ഡെയിലി അവർ താമസം ഗുരുദ്വാരത്തിലും പിന്നെ ഹിന്ദുക്കളെ കുറെ ഇത് ഏതോ ഒരു സ്റ്റേജ് പ്രോഗ്രാം പോലത്തെ നമ്മൾ ചെയ്യാതെ അങ്ങനെ ഒരു നമ്മൾ എന്തൊക്കെ യാത്ര എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ കൂടെ കുറെ നല്ല നമുക്കൊരു സപ്പോർട്ട്